ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ പടത്തിൽ അഭിനയിക്കുക, അതിന് പ്രൊമോഷന് വരണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതിൽ എൻ്റെ ജോലിയല്ല. ഇൻ്റർവ്യൂ ചെയ്യാൻ എല്ലാട്ടും ഞാൻ വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ കൊടുക്കേണ്ട വരണ. അല്ലാതെ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ പുറത്ത് വരുന്ന അല്ലാട്ടത്. ഇതിപ്പോൾ ഇനിമേൽ ഒരാൾ ഞാനിപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് 2-3 ദിവസം പ്രൊമോഷനിൽ മാറ്റി വെക്കണം, ആക്ടർ വരണം, എല്ലാ ഇൻ്റർവ്യൂവും കൊടുക്കണം. ഇപ്പം ഇതിപ്പോൾ 10-40 ഇൻ്റർവ്യൂ ആയി പടത്തിന്. 3-4 ദിവസമായിട്ട് തുടങ്ങിയ പരിപാടി. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വളരെ രസമായിട്ട് കൊടുക്കണം. പിന്നെ ബോറടിച്ച് തുടങ്ങില്ലേ? എത്ര ഞാനെന്ന് വെച്ചാൽ ഓൺലൈൻ 100ൻ്റെ അടുത്ത് തറ എല്ലാ അവതാരങ്ങളും പിറ്റേ പ്രാവശ്യം വരുമ്പോൾ അവരുടെ ചാനൽ തുടങ്ങിയിട്ട് വരണേ. അതായത് എനിക്ക് എല്ലാവരും ഞാൻ വിളിച്ച ഇൻ്റർവ്യൂ കൊടുക്കല്ല. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ലേ. ഇത് പക്ഷേ ഇൻ്റർവ്യൂ അല്ലല്ലോ. ഇത് നിങ്ങൾക്ക് നടനായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാനാണ് ഈ ചോദ്യത്തിന് എങ്ങനെയാ വളരെ അക്കാഡമിക്കായിട്ട് ഇട്ടതെന്ന് പറയാം. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഭാവി വധുവാണെന്ന് ചോദിക്കുക, എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഈ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൊടുത്ത അതിൽ എത്രാമത്തെ ഉള്ളിലാണ് നിങ്ങളുടെ ദാഹം തീർന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഉത്തരം പറയാം. ഹൗ ഐ വിൽ ടെൽ പറ. ഹൗ ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയാമെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് എടുത്ത് എൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. അല്ല, അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഏതാ മോഹൻലാൽ ഏതാന്ന് അറിയാത്ത പിള്ളേർ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പടം കണ്ടിട്ട് ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും, എടാ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോരോ ക്യാരക്ടേഴ്സിലൂടെ. അപ്പോൾ ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവരും മമ്മൂട്ടിയുടെ പടം കാണും, മമ്മൂട്ടീനെ ഇഷ്ടമുള്ളവരും മോഹൻലാലിൻ്റെ പടം കാണില്ലേ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച വല്ല കാര്യമുണ്ടോ? അതാണോ സിനിമ ഫാഷൻ എന്ന് പറഞ്ഞാൽ? അതാണോ ഫാൻ എന്ന് പറഞ്ഞാൽ? ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവർ മമ്മൂക്കാരുടെ പടം കാണും അല്ലേ? ഞാൻ മോഹൻലാലിന് ഇഷ്ടമുള്ള സമയത്ത് മമ്മൂക്കാരുടെ പടം കാണും, എല്ലാവരുടെ പടം കാണും ഇല്ലേ? നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അവരാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ള കൊല്ലാൻ പോകും. അതാണ് എക്സെൻട്രിക് അല്ലേ? അതാണ് അബ്നോർമാലിറ്റി. അച്ഛനെ ഇഷ്ടമെന്ന് അമ്മേനെ കൊല്ലും, അമ്മേനെ ഇഷ്ടമുള്ളൊരു അച്ഛനെ പോകും. അങ്ങനെയാണ്. അച്ഛനെ മാത്രം എടുത്ത് പോയി താമസിക്കുമോ? അങ്ങനത്തെ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതയാണ്. നിനക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന്? ഞാൻ അച്ഛൻ്റെ മോനാ പറഞ്ഞാൽ അച്ഛൻ്റെ വയറ്റൊന്നും ഉണ്ടായതല്ലോ. അമ്മയുടെ അമ്മ മാത്രമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവോ? ഏതൊരാളാണെങ്കിലും സ്ത്രീയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ. ഈ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ പുരുഷൻ്റെ സഹായം കുറച്ച് വേണ്ടേ? തിരി തുള്ളി എല്ലാതും ഉണ്ടാവുമോ? അപ്പം ഇവർ 2 പേരും ഉണ്ടായാലല്ലേ അടുത്തൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൽ 2 പേരും തുല്യരല്ലേ? അല്ലേ? സ്ത്രീ സംവിധായകർ വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. തീരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മയുടെയും മരുകളുടെയും പ്രശ്നം തീരണ്ടേ? അവർ 2 പേരും സ്ത്രീയല്ലേ? അല്ലേ? ഒരു വീട്ടിലെ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാവും ഇവർക്കിടയിലാണ്. ഈ അമ്മായിയമ്മ ഒരിക്കൽ ഒരു മരുവളായിട്ട് വന്നതല്ലേ? അല്ലേ? ഈ മരുവൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മ അവളല്ലേ? എന്നിട്ട് എന്താ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ? ഒരു സ്ത്രീകൾ ഒരുപാട് വരുന്നതുകൊണ്ട് സ്ത്രീ സംവിധായകരുണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. സ്ത്രീകളുടെ പ്രശ്നം തീരണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണ്ടേ? ഏതൊരു എൻ്റെ പെൺസുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ ഇത് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺസുഹൃത്തായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണ്. അവർ കുറച്ചും കൂടി കംഫേർട്ട് ആണുള്ള ഗ്യാങ്ങിൽ ഇരിക്കാനാണ്. പക്ഷെ ഫോട്ടോയിൽ ഇവർ ഭയങ്കര ഒട്ടിപ്പാണ്. പുറത്തിറങ്ങി ഇവർ കുറ്റം പറയുവരെ. ഇതൊന്നും ഞാൻ എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കളില്ല. അവർ ഗ്യാങ് ചെയ്യുന്നതാണെങ്കിലും ചില ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ്. അപ്പോൾ സ്ത്രീ സംവിധായകൻ വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരുമെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. സ്ത്രീകൾ വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരുക, ആണുങ്ങൾ വരുന്നതുകൊണ്ട് ആണുങ്ങളുടെ പ്രശ്നം തീരുക. അതെങ്ങനെയാണ്?
പിന്നെ അവർ ഈ വേതനത്തിൻ്റെ കാര്യം, വേതന തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ആണുങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാത്ത എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളെക്കാളും. ഇപ്പോൾ നിത്യമേനോനാണെങ്കിലും പാർവതി ആണെങ്കിലും ഇവരെത്രയോ ശമ്പളം വാങ്ങാൻ എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട്, മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഒരേ പ്രായത്തിലുള്ളവർ, അവരുടെ അപ്പൻ്റെ പ്രായമുള്ളവരുണ്ടല്ലോ, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പാത്രം കഴുകിയിരിക്കുന്നുണ്ട്, ലൊക്കേഷനിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. 2000 രൂപ പോലും ആയിട്ടില്ല ലൊക്കേഷനിൽ. ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ ബാറ്റ കൂട്ടി കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ആൾക്കാർ നടനായാലും നടിയാണെങ്കിലും അവർ ഹിറ്റാകുമ്പോഴേക്കും അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്. അപ്പോഴും നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ആൾ പാത്രം കഴിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൺപെൺ വ്യത്യാസത്തിലല്ല, ആൺപെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല ശമ്പള വ്യത്യാസം അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത് അയാൾക്കുള്ള ഡിമാൻഡ് അനുസരിച്ചാണ് അല്ലേ. നയൻതാരയുടെ പോലും അത്ര ശമ്പളം കിട്ടുന്നുണ്ടാ ബാക്കി ആക്ടേഴ്സിന്? കിട്ടാത്ത ആക്ടേഴ്സ് ഇല്ലേ? അപ്പം അത് അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വ്യത്യാസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളാണ് അല്ലേ. ഈ ആൺ പെൺ വ്യത്യാസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോവില്ല, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ആൺ പെൺ വ്യത്യാസമില്ല, അത് വ്യക്തികളാണ് എല്ലാവരും. വ്യക്തികൾക്കുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലാവുമ്പോൾ തന്നെ നിങ്ങളെക്കാട്ടും ശമ്പളം കുറഞ്ഞ ആളുകളില്ലേ, നിങ്ങൾ കൂടിയ ശമ്പളമുള്ള ആളുകളില്ലേ, അങ്ങനത്തെ പെണ്ണുങ്ങളും ഇല്ലേ. പെണ്ണുങ്ങൾ MD ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവരവരെ കഴിവുകൊണ്ടെത്തുന്നതല്ലേ. ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ. ഗാന്ധി പെൺകുട്ടിയായിരുന്നല്ലോ അല്ലേ. അന്നപ്പോൾ എല്ലാവരും താഴെയല്ലേ. ജയലളിത പെണ്ണല്ലേ. അവർ MLA ഇങ്ങനെ എഴുത്തുക, ഇങ്ങനെ നേരെ കൂടി എഴുതില്ല, അവർ മൂത്ത് നോക്കി സംസാരിക്കില്ല അല്ലേ. അപ്പോൾ അത് ജയലളിത എന്ന് പറയുന്ന വ്യക്തിയാണ്. ജയലളിത എന്ന സ്ത്രീ എന്ന് കാണാം നമ്മൾ. ഇപ്പം നമ്മൾ മൃഗശാല എന്നിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ? കടുവ എന്നല്ല പറയുക. പിന്നെയല്ല അതും താഴെ ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണെന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവാൻ വിചാരിക്കുക അല്ലേ. മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ, പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച ആൺപൂച്ച എന്നൊക്കെ പറയുമോ. മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് ആളുകൾ അങ്ങനെ കാണുന്ന, അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. ഇപ്പോൾ ഈ വരുന്ന പ്രോജക്ട്സിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അതർ ലാംഗ്വേജ് ഫിലിംസ് ഒക്കെ. അപ്പോൾ ബീസ്റ്റിലൊന്നും വലിയ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവരെന്നെ കോൺഫിഡൻസ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് ബീസ്റ്റിൽ വിളിക്കുമ്പോഴോ? അതല്ല, ബീസ്റ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചവരും മെയിൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഒരാൾ എന്നിട്ട് എല്ലാവരും കൊല്ലുക, ഇത് എന്താ തീവ്രവാദം കണ്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ബോംബെ ആക്രമണമെങ്കിലും ഒന്നിരുത്തി കണ്ടുകൂടെ? അല്ല, അപ്പോൾ അത് ചെയ്യാതിരുന്നൂടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം. നിങ്ങളുടെ മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കൊടുത്ത് കാണിച്ചത് 2 ദിവസം സമയം തരാം, കൊടുക്കുക. നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ പോയോ? നിങ്ങളെന്തെങ്കിലും ഇഷ്ടത്തിന് വാർത്ത കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ? എഡിറ്റിംഗ് ടേബിൾ ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സാധനം തുടങ്ങണ്ടേ. ഞാൻ സ്വന്തമായിട്ട് സിനിമ തുടങ്ങാൻ എനിക്ക് പറ്റൂ. ഞാൻ മണ്ണാച്ചോട് പറഞ്ഞ ചാകോചാട്ടി കണ്ണൂർ മോനാണ്, മനസ്സിലായ? ഞാൻ എങ്ങനെ സിനിമ തുടങ്ങണം? എനിക്ക് സിനിമ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങളോട് ഞാൻ ചെറിയ കാര്യങ്ങളും പറയും, ഇതൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ അല്ലേ. എന്ത് കൺവിക്ഷൻ? നന്നായാവും നല്ല പടം ആയിരിക്കുന്നുണ്ട്. ഈ പടങ്ങൾ ഓടി കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ. എക്കണോമിയിൽ കാശ് വരുന്നില്ലേ. ഒരു പടം ഹിറ്റാവുന്ന സമയത്ത് പടം കാണാൻ പുറത്തിറങ്ങുന്ന ആളുകൾ വണ്ടിക്ക്, ബസ്സിന്, ഓട്ടോറിക്ഷയിൽ വരുന്നു, മനസ്സിലായ? അതിൽ മോളിലിറങ്ങുന്നു, വേറെ കടകളിൽ പർച്ചേസ് ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ കഴിക്കുന്നു, തിരിച്ച് ഓട്ടോറിക്ഷ വിളിക്കുന്നു. എക്കണോമിയിലേക്ക് കാശ് വന്നാ, പണി എടുക്കുന്ന പാവങ്ങൾക്ക് കാശ് വന്നാ. അപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ മാത്രമല്ല കാശ് വരുന്നത്. ഒരു പൂരം നടക്കുമ്പോൾ, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിന് ചുറ്റുപാടുള്ള സമൂഹം മൊത്തം കാശുണ്ടാവും. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടത്തിപ്പോകുന്നത്. പഞ്ചായത്തിലേക്ക് ടാക്സ്, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്കും കാശ് വരില്ല. കൊറോണയുടെ സമയത്ത് മനസ്സിലായ. അപ്പം തിയേറ്ററിൽ പടം വരുന്നു, അത് ഓടുന്നെങ്കിൽ
നല്ലതാണ് എക്കണോമിക്ക്. എല്ലാ സിനിമക്കാരന് മാത്രമല്ല, അതുകൊണ്ട് എക്കണോമി പഠിച്ചിട്ടുണ്ടാവും. കാശ് എങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്ത് വരുന്നത്? നമ്മൾ മണി ഇടുമ്പോൾ മണി സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അല്ലാതെ ഇടുന്ന മണി മുഴുവൻ പോവല്ല, കിട്ടുന്നത് മുഴുവൻ നമ്മുടെ കാശല്ല. അവരൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പ്രവൃത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് ബ്ലോക്കായത്. കാശുള്ളവർക്കും കാശ് വരുന്നില്ല കയ്യിലേ, കിട്ടാണ്ട് എവിടെ കുടുങ്ങി കിടക്കും. അപ്പം ഇതെല്ലാം റോൾ ചെയ്യുമ്പോഴല്ലേ കാശ് വരുള്ളൂ എക്കണോമിയിൽ. അപ്പോൾ അപ്പം നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവണം. അത് ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മൾ OTT മാത്രം പടം ഇറക്കി കഴിഞ്ഞാൽ അത് മോശമാണ്. പ്രൊഡ്യൂസർക്കും വിദേശ കമ്പനിക്കും മാത്രമേ ഉള്ളൂ ലാഭം. അതാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാതിരിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഇത് വെച്ചിട്ട് റിസോഴ്സസ് വെച്ചിട്ട് അവർ കാശുണ്ടാക്കുന്നത് വേറെ ആൾക്കാർ. അത് നമ്മുടെ നാട്ടിൽ പടം ഇറങ്ങിയിട്ട് വിജയിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ നാടിന് തന്നെയാണ്, അല്ലാതെ അത് ചെയ്യുന്നവർക്കല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുറച്ചും കൂടി ഈ മതസൗഹാർദ്ദമൊക്കെ പറയുന്നതും. നമ്മുടെ നാട്ടിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും നമ്മുടെ മാർക്കറ്റല്ലേ കച്ചവടം. ഇതെല്ലാവർക്കും വലിയ ലാഭമല്ലേ അല്ലേ? എല്ലാവരും പൂരങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞാലേ അവിടെ കണ്ടുകുറുമ്പ് പോകുമോ, പൂരം, തൃക്കാവ് പൂരം, അല്ലെങ്കിൽ വള്ളിപ്പെരുന്നാൾ, ഇതൊക്കെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. കാരണം അതിൻ്റെ അടുത്ത് കട നടത്തുന്ന മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇരിക്കുന്ന മുമ്പ് തന്നെയല്ലേ പൊട്ടുക. അപ്പോൾ അത് നടക്കുമ്പോഴല്ലേ അവന് കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നാടിൻ്റെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പം അത് ആ പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടി മാത്രമല്ല, അത് മതക്കാർക്ക് വേണ്ടി മാത്രമല്ല, അതൊരു നാടിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കൂടിയാണ് അവിടെ ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ എക്കണോമിക്ക് കാശിടുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇട്ട കാശ് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശമ്പളമായിട്ട് വരുന്നത് അത് മനസ്സിലായ. അല്ലാതെ നമ്മൾ 10 രൂപ ഇട്ടു 2 ദിവസമായിട്ട് കാത്തിരിക്കുക, 10 രൂപ അങ്ങനെയല്ലടാ. അതായത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കിട്ടുന്നത്, ഇതെല്ലാം നടക്കുന്ന കാരണമാണ്. ശമ്പളം കിട്ടാതെ എത്ര പേര് വട്ടം ഇറങ്ങി ഇല്ലേ കൊറോണ സമയത്ത്? ജോലി എടുത്തവർ ജോലി കിട്ടാനുള്ള കാശ് കിട്ടാതിരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? എക്കണോമിയിൽ കാശ് വരുന്നില്ല. അപ്പോൾ ബീസ്റ്റ് എന്നുള്ളൊരു പടം ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് അതൊരു കുറ്റബോധമില്ല.